ഇക്വേഷൻ അക്കൗണ്ട് ഇക്വേഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അതിൽ നിന്ന് ക്യാപിറ്റലും ലയബിലിറ്റീസും കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അസറ്റ് 10 രൂപയാണെങ്കിൽ ക്യാപിറ്റൽ 8ഉം ലയബിലിറ്റി 2 രൂപയായിരിക്കും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ കണ്ടെത്തണം. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 8 രൂപയാണ്. 8 രൂപ കണ്ടെത്താൻ അസറ്റിൽ നിന്ന് 10ൽ നിന്ന് 2 കുറച്ചാൽ മതി. അസറ്റ് എത്രയാണ്? അസറ്റ് 10ഉം ലയബിലിറ്റി 2 എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അസറ്റ് മൈനസ് ലയബിലിറ്റി ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് കേട്ടോ. ഇനി അടുത്ത ലയബിലിറ്റിയാണ്. ലയബിലിറ്റി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ലയബിലിറ്റിയുടെ തുക 2 രൂപ. 2 രൂപ എങ്ങനെ കിട്ടും? 10ൽ നിന്ന് 8 കുറച്ചാൽ മതി എന്ന് പറയുമ്പോൾ അസറ്റ് മൈനസ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ഇക്വേഷൻ ഓർക്കുക. അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ കണ്ടെത്തുന്നത് അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറയ്ക്കുക. ലയബിലിറ്റി കണ്ടെത്തുന്നത് അസറ്റിൽ നിന്ന് ക്യാപിറ്റൽ കുറയ്ക്കുക. ഇനി അസറ്റ് മൈനസ് ലയബിലിറ്റി മൈനസ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു 0. അതൊന്ന് പഠിച്ചോണം. അസറ്റിൽ നിന്ന് ലയബിലിറ്റിയും ക്യാപിറ്റലും കുറയ്ക്കുക എന്ന് പറയാം. 10ൽ നിന്ന് 8 2ഉം കുറയ്ക്കുമ്പോൾ 0 തന്നെ കിട്ടും. അസറ്റ് മൈനസ് ലയബിലിറ്റി മൈനസ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു 0. ഞാൻ പെട്ടെന്ന് പറയാൻ കാരണം ഓൾറെഡി ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഓഫ്ലൈൻ ക്ലാസ്സിൽ. ഇനി അടുത്ത റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ്. ഇത് നമ്മൾ പഠിപ്പിച്ചതാണ്. ആലീസ് അതിനകത്ത് ഇവിടെ ആലീസ് എന്നും പറഞ്ഞല്ല കൊടുത്തേക്കുന്നത്. നമ്മൾ ALICE ആലീസാണ് പഠിപ്പിച്ചത്. ഇത്രമാത്രം ഓർക്കുക. അസറ്റിനും എക്സ്പെൻസും ഡെബിറ്റ് ബാലൻസ് ആണ്. കൂടണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, കുറയണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റിനും എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസ് ആണ്. കൂടണമെങ്കിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, കുറയണമെങ്കിൽ ഡിക്രീസ് ചെയ്യണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ബാക്കിയുള്ള ലയബിലിറ്റിയും ഇൻകവും ക്യാപിറ്റലും. ഇവിടെ റവന്യൂ എന്ന് പറയുന്ന ഇൻകം ആണ്. ബാക്കിയുള്ള ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ, ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ. ഇതെന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ്. എന്ന് പറയുമ്പോൾ കൂടണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, കുറയണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഇത് പല രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ ആദ്യം ബേസിക് പഠിപ്പിക്കുന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ബേസിൽ പഠിപ്പിക്കുന്നത് തന്നെയാണിത്. ഞാൻ അസറ്റിനും എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസാണ് എന്ന് പറഞ്ഞാൽ ഈ കൂടണമെങ്കിൽ അസറ്റും എക്സ്പെൻസും കൂടണമെങ്കിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, കുറയണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ബാക്കിയുള്ള ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ. ഇത് കൂടണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. കാര്യം ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതാണ്. കൂടണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, കുറയണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഒന്ന് ഓർത്തെടുത്തോണം കേട്ടോ. അടുത്തൊരായിട്ടാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജേണലാണ് കേട്ടോ. നമ്മുടെ ജേണലിനെയാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ജേണൽ ഈസ് ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പം ജേണലാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ബുക്സിനെയാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ദ ബുക്ക് ഇൻ വിച്ച് ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഈസ് കോൾഡ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻസ് നമ്മൾ ആദ്യം എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത് അതിനെയാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ നമ്മൾ ആദ്യം എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത് അതിനെയാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്തുവാ? ദ ബുക്സ് ഒരു ബുക്കാണ്. ഇൻ വിച്ച് ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡ് ഫോർ ദി ഫസ്റ്റ് ടൈം. ട്രാൻസാക്ഷൻ ആദ്യം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ജേണലിലാണ്. അതുകൊണ്ടാണ് ജേണലാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ജേണൽ ഈസ് ദി ബേസിക് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പോൾ ഒന്നും കൂടെ പറയാം. ട്രാൻസാക്ഷൻസ് നമ്മൾ ആദ്യം ഫസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ദ ബുക്ക് ഇൻ വിച്ച് ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡ് ഫോർ ദി ഫസ്റ്റ് ടൈം. ഒരു ബുക്കാണ്. ട്രാൻസാക്ഷൻ ഫസ്റ്റിൽ ആദ്യം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ദ ബുക്ക് ഒരു ബുക്കാണ്. അവിടെയാണ് ട്രാൻസാക്ഷൻ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡ് ഫോർ ദി ഫസ്റ്റ് ടൈം എങ്കിൽ ആ ബുക്കിനെ പറയുന്ന പേരാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. നമ്മുടെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുമ്പോൾ ഏതാണ്? ജേണലാണ്. നമ്മൾ ആദ്യം എഴുതുന്ന ജേണലാണ്. ജേണലിൽ നിന്നാണ് ലെഡ്ജർ ചെയ്യുന്നത്. ലെഡ്ജറിൽ നിന്നാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രയൽ ബാലൻസിൽ നിന്നാണ് ട്രേഡിംഗ് പിയാനൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ജേണലാണ്. ഒരു മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കും ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്തുവാണ്? ജേണലാണ്. ആദ്യം നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന എവിടെയാണ്? ജേണലിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ജേണലാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ചോദിക്കും. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്തെടുത്തേടാ പിള്ളേരെ. ഇനി ജേണലിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ജേണലൈസിങ്. ഒരു മാർക്കിന് ചോദിക്കും.
പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേണൽ. ജേണലിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ജേണലൈസിങ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേണൽ ഈസ് കോൾഡ് ജേണലൈസിങ്. അപ്പോൾ ജേണലിൽ നമ്മൾ ജേണൽ വരച്ചെഴുത്തില്ലേ, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, അവിടെ ആ എഴുതുന്നതിനെ പറയുന്ന പേരാണ് ജേണലൈസിങ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദി ജേണൽ. ജേണലിൽ നമ്മൾ എഴുതുന്നത്, ട്രാൻസാക്ഷൻസ് എഴുതുന്നതിനെ, റെക്കോർഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ജേണലൈസിങ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേണൽ. ട്രാൻസാക്ഷൻസ് ജേണൽ റെക്കോർഡ് ചെയ്യുന്ന പ്രക്രിയയെ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേണൽ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈസ് കോൾഡ് ജേണലൈസിങ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 3 1 മാർക്ക് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ ആദ്യമായി ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ജേണലാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഇനി ജേണലിലേക്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ജേണലൈസിങ്. ഒന്ന് ഓർത്തെടുത്തേടാ പിള്ളേരെ. ഇനി ട്രാൻസാക്ഷൻസ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത് ക്രോണോളജിക്കൽ ഓർഡറാണ്. എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോഴാണ്, ട്രാൻസാക്ഷൻ വരുമ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നൊരു ട്രാൻസാക്ഷൻ ഉണ്ട്, ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്യുക, നാളത്തേക്ക് വെക്കത്തില്ല. അപ്പോൾ ട്രാൻസാക്ഷൻസ് ജേണൽ റെക്കോർഡ് ചെയ്യുന്നത് ഏത് ഓർഡറിലാണ്? ക്രോണോളജിക്കൽ ഓർഡർ. ഓർത്തിരുന്നോണേ, ട്രാൻസാക്ഷൻസ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്ന ഓർഡറിനെ വിളിക്കുന്ന പേരാണ് ക്രോണോളജിക്കൽ ഓർഡർ. കാര്യം എന്താ? ആൻഡ് വെൻ ദേ ഒക്കർ, ആ ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യും. അതുകൊണ്ടാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻസ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്ന ഓർഡറിനെ പറയുന്ന പേര് എന്തുവാ? ക്രോണോളജിക്കൽ ഓർഡർ. ഒന്ന് ഓർത്തെടുത്തോണം കേട്ടോ. ജേണലിൻ്റെ ഫോർമാറ്റൊക്കെ അറിയാമല്ലോ. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ജേണലിലോട്ട് ട്രാൻസാക്ഷൻ എഴുതുന്നതിനെ പറയുന്ന പേരാണ് ജേണലൈസിങ്. ജേണലിൽ ട്രാൻസാക്ഷൻ എഴുതുന്നതിനെ പറയുന്ന പേരെന്തുവാ? ജേണലൈസിങ് അല്ലേ. ഇനി ഈ എഴുതുന്ന ഓർഡറിനെ പറയുന്ന പേരെന്തുവാണ്? ക്രോണോളജിക്കൽ ഓർഡർ. ഓർത്തിരുന്നോണം കേട്ടോ. ഇനി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരും. ഐഡൻറ്റിഫൈ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ്. ഇപ്പം അജിത്ത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 10,000. അപ്പം അതിൻ്റെ ജേണൽ ഓർക്കുക. ജേണൽ ഓർക്കുമ്പോൾ 2 ഐറ്റം കിട്ടും. ജേണൽ എന്തുവാ? അജിത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ 2 ഐറ്റം വന്നു. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാഷും വന്ന് ക്യാപിറ്റലും വന്നു. ക്യാഷിനെ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്ത്, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ജേണലിൽ നിന്ന് എഴുതുന്നത് അജിത്ത് സ്റ്റാർട്ടഡ് ഐഡൻറ്റിഫൈ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് ചോദിക്കും. ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് അജിത്ത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് 1,00,000. അപ്പം അജിത്ത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് 1,00,000 എന്ന് പറയുമ്പം ജേണൽ അങ്ങ് ഓർക്കണം. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അജിത്ത് ബിസിനസ്സിലേക്ക് കാശ് കൊണ്ടുവന്നു, ക്യാഷ് ആയിട്ട്. ക്യാഷ് അക്കൗണ്ട് അറ്റർ എന്തായിട്ടാണ്? ക്യാപിറ്റലായിട്ട്. അപ്പോൾ ക്യാഷും ക്യാപിറ്റലും എഴുതി. ക്യാഷ് അക്കൗണ്ട് അറ്റർ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റും ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുക. ഇനി അവിടെ നടന്നത് ബ്രാക്കറ്റ് എഴുതണം. ക്യാഷ് എന്ന് പറയുമ്പോൾ അസറ്റാണ്. അസറ്റിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ അസറ്റ് കൂടി, അസറ്റ് ഇൻക്രീസ്ഡ്. ഇനി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ്ഡ്. അപ്പോൾ അത് ഞാൻ പഠിപ്പിച്ച് നല്ല രീതിയിൽ പഠിച്ച കുട്ടികൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. അജിത്ത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ ആദ്യം അതിൻ്റെ ജേണൽ ഓർക്കണം. അജിത്ത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ 2 സാധനം വന്നു, ക്യാഷും വന്ന് ക്യാപിറ്റലും വന്നു. അതിങ്ങോട്ട് എഴുതണം, ക്യാഷും ക്യാപിറ്റലും. ക്യാഷ് അക്കൗണ്ട് അറ്റർ അതുകൊണ്ട് ഡെബിറ്റാണ്. മേളിൽ ക്യാഷ് വന്നുകൊണ്ട് ഡെബിറ്റും, ക്യാപിറ്റൽ താഴെ വന്നുകൊണ്ട് ക്രെഡിറ്റും. ജേണലിൽ നിന്ന് രൂപപ്പെടുത്തുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് ജേണൽ. അപ്പോൾ ക്യാഷിന് ഡെബിറ്റും ക്യാപിറ്റലിന് ക്രെഡിറ്റും എന്ന് എഴുതി. ഇനി ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പം ഡെബിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് കൂടുതൽ വീണ്ടും ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് വന്നാൽ അസറ്റിൻ്റെ റൂൾ ഓർക്കുക. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റിൻ്റെ റൂൾ എന്തുവാ? അസറ്റിൻ്റെ റൂൾ എന്തുവാ? ഡെബിറ്റ് ബാലൻസ് ആണ്. കൂടണേ വീണ്ടും ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഡെബിറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ആണ്. ഇനി ക്യാപിറ്റലിൻ്റെ റൂൾ കൊടുക്കണം. ക്യാപിറ്റലിൻ്റെ റൂൾ എന്തുവാ? ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. കൂടണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ്ഡ്. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്തെടുത്തേ. റൂൾ നല്ല വൃത്തിക്ക് അറിയാവുന്ന കുട്ടി ഇത് ചെയ്യത്തുള്ളൂ. എങ്കിൽ രണ്ടാമത്തെ ഒന്ന് പറയാം. രണ്ടാമത്തെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷാണ്. അപ്പോൾ അതിൻ്റെ ജേണൽ ആദ്യം ഓർക്കുക. പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്.
പർച്ചേസിന് ഡെബിറ്റും ക്യാഷിന് ക്രെഡിറ്റും. പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് അക്കൗണ്ട്, പർച്ചേസിന് ഡെബിറ്റും ക്യാഷിന് ക്രെഡിറ്റും. അപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് അക്കൗണ്ട് ഇല്ലേ. എന്നിട്ട് അപ്പോൾ പർച്ചേസിന് ഡെബിറ്റും ക്യാഷിന് ക്രെഡിറ്റുക. പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഡെബിറ്റും താഴെ ക്യാഷ് വന്നു, അപ്പോൾ ക്യാഷ് ക്രെഡിറ്റും, ഡെബിറ്റും ക്രെഡിറ്റും. അപ്പോൾ ഇത് രണ്ടും അസറ്റാണ്. പർച്ചേസ് എന്ന് പറയുമ്പോൾ അസറ്റ് എന്നും പറയാം, വേണേൽ എക്സ്പെൻസ് എന്നും പറയാം. പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് അക്കൗണ്ടിന് നമുക്ക് വേണേൽ എക്സ്പെൻസ് ആയിട്ടും പറയാം. പക്ഷേ ഇവിടെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഗുഡ്സ് സ്റ്റോക്കാണ്, അതുകൊണ്ട് അസറ്റായിട്ട് പറഞ്ഞാൽ മതി. അസറ്റ് ഡെബിറ്റ് വന്നാൽ അസറ്റിൻ്റെ റൂൾ ഓർക്കുക. അസറ്റ് ഡെബിറ്റ് ബാലൻസ് ആണ്, കൂടനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് വന്നാൽ അസറ്റ് ഇൻക്രീസ്ഡ്. ഇനി താഴെ ക്യാഷ് അസറ്റിൻ്റെ റൂൾ ഓർക്കുക. അസറ്റ് ഡെബിറ്റ് ബാലൻസ് ആണ്, കൂടനെ ഡെബിറ്റ് ചെയ്യണം. കുറയണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് എഴുതിയിരിക്കുന്നു, അപ്പോൾ അസറ്റ് കുറഞ്ഞു, അസറ്റ് ഡിക്രീസ്ഡ്. ഓക്കെ, ഇങ്ങനെ ചോദിക്കും, നല്ലോണം നോക്കുക. സംശയം വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഓക്കെ, ഒന്ന് വായിച്ചെടുത്തേ, ഓർത്തെടുത്തേ. അടുത്തതാണ് ലെഡ്ജർ. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ് ലെഡ്ജർ, ഓർത്തോണം. ഇനി വേറെ പേരുണ്ട്, ഇതൊരു പ്രിൻസിപ്പിൾ ബുക്ക് ഓഫ് അക്കൗണ്ടാണ്. പ്രിൻസിപ്പിൾ ബുക്ക് ഓഫ് അക്കൗണ്ടാണ്. അപ്പോൾ ലെഡ്ജർ എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്, കുറേയധികം അക്കൗണ്ട്സിൻ്റെ ഒരു കൂട്ടത്തെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്, കുറേയധികം ഐറ്റത്തിൻ്റെ ഒരു കൂട്ടത്തെയാണ് കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇനി ഇതൊരു പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ടാണ്. ജേണൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെ ഒരു അക്കൗണ്ടിലോട്ട് മാറ്റുന്നതിനെയാണ് ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എല്ലാം ക്യാഷുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ആണ് എഴുതുന്നത്. അപ്പോൾ സിമിലർ നേച്ചറുള്ള ഐറ്റത്തെ ഗ്രൂപ്പ് ചെയ്തൊരു അക്കൗണ്ട് ആക്കുന്നു, ഇതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ദി ഫോം ഓഫ് ആൻ അക്കൗണ്ട്. ട്രാൻസാക്ഷൻസ് ഓഫ് ദ സിമിലർ നേച്ചർ, ഒരേ കൂട്ടമുള്ള സിമിലർ നേച്ചറുള്ള ട്രാൻസാക്ഷനെ ഗ്രൂപ്പ് ചെയ്ത് ഒരു അക്കൗണ്ടാക്കി മാറ്റുന്നു, ഇതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ലെഡ്ജറിനെ കുറിച്ച് ഈ 3 കാര്യങ്ങൾ ഓർക്കുക. കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്, പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട് ആണ്, സിമിലർ നേച്ചറുള്ള ഒരേയുള്ള ട്രാൻസാക്ഷനെ ഗ്രൂപ്പ് ചെയ്തൊരു അക്കൗണ്ടാക്കി മാറ്റുന്നു. ഉദാഹരണം ക്യാഷ് അക്കൗണ്ട് ഓർത്താൽ മതി. ക്യാഷ് അക്കൗണ്ടിലെല്ലാം സിമിലർ നേച്ചറുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ അതി വരും. അപ്പോൾ സിമിലർ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ സിമിലർ നേച്ചർ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആക്കുന്നു, അതാണ് ലെഡ്ജർ. ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ദി ഫോം ഓഫ് ആൻ അക്കൗണ്ട്, ഇതാണ് ലെഡ്ജർ. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊന്ന് ഓർത്തെടുത്തേ. ഇനി ഇതിനെ ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി എന്നാണ് പറയുന്നത്. അപ്പം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി, രണ്ടാമത് എഴുതുന്ന ബുക്ക്. ആദ്യം എഴുതുന്നത് ജേണലാണ്. ബുക്സ് ഓഫ് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ജേണലാണ്, അല്ലെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുമ്പോഴും ജേണലാണ്. രണ്ടാമത് എഴുതുന്നതാണ് ലെഡ്ജർ, അതാണ് ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി എന്ന് പറയുന്നത്. ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി എന്ന് പറയുമ്പോൾ ലെഡ്ജറാണ്. അപ്പോൾ ബുക്സ് ഓഫ് ഫസ്റ്റ് എൻട്രി അല്ലെങ്കിൽ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എഴുതുന്നത് അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ ജേണലാണ്. രണ്ടാമത് എഴുതുന്നതാണ് ലെഡ്ജർ, അതാണ് ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി, അതാണ് ലെഡ്ജർ. ഈ ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻസ് എഴുതുന്നതിനെ പറയുന്ന പേരാണ് ജേണൽ നോക്കിയ ലെഡ്ജർ എഴുതുന്നത്. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻ എഴുതുന്നതിനെ പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ജേണൽ ടു ലെഡ്ജർ. ജേണലിൽ നിന്ന് ട്രാൻസാക്ഷൻസ് അല്ലെ എൻട്രീസ് ലെഡ്ജറിലേക്ക് മാറ്റുന്നതിനെ പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. അപ്പോൾ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ്, ട്രാൻസ്ഫറിങ് എൻട്രീസ് എവിടുന്ന ഫ്രം ജേണലിൽ നിന്ന് എങ്ങോട്ട് എഴുതുന്നു, ലെഡ്ജർ എഴുതുന്നതിനെയാണ്. അപ്പോൾ എൻട്രീസ് ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ജേണൽ ടു ലെഡ്ജർ ഈസ് കോൾഡ് എന്തുവാണ്, പോസ്റ്റിംഗ്. അപ്പോൾ പോസ്റ്റിംഗ് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം
ജേണൽ ടു ലെഡ്ജർ, ജേണലിൽ നിന്ന് എൻട്രീസ് ലെഡ്ജറിലേക്ക് മാറ്റുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തെടുത്തേടാ പിള്ളേരെ. ഇനി പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജേണലും ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസം. ഒന്നുമില്ല. ജേണൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻട്രി അല്ലെങ്കിൽ ഒറിജിനൽ ബുക്കാണ്, ബുക്സ് ഓഫ് ഫസ്റ്റ് എൻട്രിയാണ് ജേണൽ. ലെഡ്ജർ എന്ന് പറയുമ്പോൾ ബുക്സ് ഓഫ് എന്തുവാ, സെക്കൻഡറി എൻട്രിയാണ്. നമ്മൾ പഠിച്ചു തന്നെ അല്ലേ. ജേണൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻട്രി ആണ്, ആദ്യം എഴുതുന്നതാണ്. ലെഡ്ജർ എന്ന് പറയുമ്പോൾ രണ്ടാമത് എഴുതുന്നതാണ്. ലെഡ്ജർ ഈസ് ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് പഠിച്ചേ, ജേണൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എൻട്രി ആണ്, ലെഡ്ജർ എന്ന് പറയുമ്പോൾ സെക്കൻഡറി എൻട്രി ആണ്. ജേണൽ ആദ്യം എഴുതുന്നതും ലെഡ്ജർ രണ്ടാമത് എഴുതുന്നതും. ഈ രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ജേണലിൽ എഴുതുന്നതിനെ പറയുന്ന പേരാണ് ജേണലൈസിങ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിങ് എൻട്രീസ് ഇൻ ജേണൽ. ജേണലിൽ എൻട്രീസ് എഴുതുന്നതിനെയാണ്, ജേണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിങ് എൻട്രീസ് ഇൻ ജേണൽ. ജേണലിൽ നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ജേണലൈസിങ്. അതേസമയം ലെഡ്ജർ എഴുതുന്നതിനെ പറയുന്ന പേരാ പോസ്റ്റിംഗ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിങ് എൻട്രീസ് ഇൻ ദി ലെഡ്ജർ. എൻട്രീസ് ലെഡ്ജറിൽ എഴുതുന്നതിനെ പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. ഇപ്പോൾ രണ്ട് ഡിഫറൻസ് പഠിച്ചു. ഒന്ന് ഓർത്തെ, ഒന്നാമത്തെ പറഞ്ഞ് ജേണൽ എന്ന് പറയുന്നത് ഫസ്റ്റ് എൻട്രി ആണ്, ലെഡ്ജർ എന്ന് പറയുന്നത് സെക്കൻഡറി എൻട്രി ആണ്. പിന്നെ ജേണലിൽ എഴുതുന്നതിനെ ജേണലൈസിംഗ് എന്നും പിന്നെ ലെഡ്ജറിൽ എഴുതുന്നതിനെ പോസ്റ്റിംഗ് എന്നുമാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിങ് എൻട്രീസ് ഇൻ ലെഡ്ജർ ഈസ് കോൾഡ് എന്തോ പോസ്റ്റിംഗ്. ഇനി ജേണലിലെ ട്രാൻസാക്ഷൻസ് എഴുതുന്ന ഓർഡറിനെ പറയുന്ന പേരാ ക്രോണോലോജിക്കൽ ഓർഡർ. ഇൻ ജേണൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ക്രോണോലോജിക്കൽ ഓർഡർ. വരുന്ന സമയത്ത് തന്നെ എഴുതും. അതേസമയം ലെഡ്ജറിൽ എന്ന് പറയുമ്പോൾ അനലിറ്റിക്കൽ ഓർഡർ. അനലൈസ് ചെയ്യും, ഈ ട്രാൻസാക്ഷനിൽ അനലൈസ് ചെയ്തിട്ട് ക്യാഷുമായി ബന്ധപ്പെട്ടെല്ലാം ക്യാഷ് അക്കൗണ്ടിൽ, പർച്ചേസുമായി ബന്ധപ്പെട്ടെല്ലാം പർച്ചേസ് അക്കൗണ്ട്, സെയിൽസുമായി ബന്ധപ്പെട്ടെല്ലാം സെയിൽസ് അക്കൗണ്ട്, അങ്ങനെ അനലൈസ് ചെയ്താണ് എഴുതുന്നത്. അതാ പറഞ്ഞിരിക്കുന്ന അനലിറ്റിക്കൽ ഓർഡർ. ഇപ്പോൾ ജേണലിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ക്രോണോളജിക്കൽ ഓർഡറാണ്, ലെഡ്ജറിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് അനലിറ്റിക്കൽ ഓർഡറാണ്. ലാസ്റ്റത്തെയാണ് ട്രാൻസാക്ഷൻ്റെ ബേസിലാണ് ജേണൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ ഈസ് ദി ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഡേറ്റ വിത്തിൻ ദി ജേണൽ. ജേണലിൽ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത് ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ട്രാൻസാക്ഷൻ ഈസ് ദി ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ വിത്തിൻ ദി ജേണൽ. ജേണലിൽ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത്, ഓരോ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത് ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ട്രാൻസാക്ഷൻ ഈസ് ദി ബേസിക് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ വിത്തിൻ ദി ജേണൽ. ജേണലിന് ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഡേറ്റ ക്ലാസിഫൈ ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ ഇസ് ദി ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. ട്രാൻസാക്ഷനാണ് ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ എവിടെ, ജേണലിൽ. അതേസമയം ലെഡ്ജറിൽ എന്ന് പറയുമ്പോൾ അക്കൗണ്ടാണ്. അക്കൗണ്ട് ഈസ് ദി ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഡേറ്റ വിത്തിൻ ദി ലെഡ്ജർ. ലെഡ്ജറിൽ അക്കൗണ്ടിനനുസരിച്ചാണ് ഡേറ്റ ക്ലാസിഫൈ ചെയ്യുന്നത്. അക്കൗണ്ട് ഈസ് ദി ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ വിത്തിൻ ദി ലെഡ്ജർ. ഇത്രയേ ഉള്ളൂ ഈ പാഠത്തിലെ തിയറി. ഇന്ന് തന്നെ പഠിച്ചു മാറണം.